നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഉഞ്ഞേരി. ഡി അടുക്കളപ്പുറത്ത് വൈകിട്ട് കുഞ്ഞിനെയും കുളിപ്പിച്ചു കഴിഞ്ഞ് തോർത്തിക്കൊണ്ടിരുന്നവൾ പുറകിൽ നിന്നുള്ള സൗദാമിനിയുടെ ശബ്ദം കേട്ടതും ഞെട്ടിപ്പിടഞ്ഞ് തിരിഞ്ഞു നോക്കി. ഓ, എന്തായിരുന്നു കെട്ടിലമ്മയുടെ വായ്ത്താളം? സൗദാമിനി അവൾക്ക് മുന്നിലേക്ക് വന്നിട്ട് ചോദിച്ചു. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ അവിടെ നിന്നൊരുങ്ങി. എനിക്ക് ഇവിടുത്തെ ആരെയും വേണ്ട, ഒന്നും വേണ്ടെന്നൊക്കെ നാഴികക്ക് 40 വട്ടം പറഞ്ഞിട്ട് അവസാനം അവൾ അവന്റെ താലിയും കഴുത്തിട്ട് വന്നിരിക്കുന്നുണ്ടില്ലേ, ഉളുപ്പില്ലാതെ. എടി, മനുഷ്യന്മാരായ കുറച്ചൊക്കെ നാണവും മാനവും വേണം, സൗദാമിനി പറഞ്ഞു. അവൾ ഇവരെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. ഇവിടെയുള്ളവർക്ക് ആ കൂടിപ്പോയതുകൊണ്ടായിരിക്കുമല്ലേ എന്നെ എല്ലാവരും ചേർന്ന് പറ്റിച്ച്? അവൾ അവരെ നോക്കി ചോദിച്ചു. അവരതിന് നന്നായി തന്നെ പതറി. പിന്നെ ഉളുപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങൾക്കാ. കാരണം എന്താണെന്നറിയോ? ഇല്ലിക്കൽ നാരായണവർമ്മ എന്ന എൻ്റെ അച്ഛൻ്റെ ദാനമാ നാൽപ്പാട്ട് തറവാട്ടിലുള്ളവരുടെ ഇന്നത്തെ ഈ ജീവിതം. അല്ലെന്ന് പറയാൻ പറ്റുമോ ഇല്ലത്തമ്മയ്ക്ക്? അവൾ ചോദിച്ചോ. സൗദാമിനിക്ക് ഉത്തരം മുട്ടിപ്പോയി. അന്ന് ഇവിടുത്തെ വലിയ മുത്തശ്ശൻ്റെ അച്ഛൻ്റെ കാൽക്കിൽ വീണ് അപേക്ഷിച്ചില്ല എന്നുള്ളൂ. അതുകൊണ്ട് ഉളുപ്പിന്റെ വ്യാഖ്യാനമൊന്നും ഞാനും പഠിപ്പിക്കേണ്ട. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഉള്ളവരോളം ഉളുപ്പില്ലാത്ത ഒരാളും ഈ ഭൂലോകത്ത് കാണാൻ വഴിയില്ല. അവളൊരു പുച്ഛത്തോടെ പറയുമ്പോൾ ആദ്യമായിട്ട് അവൾ അങ്ങനെ കാണുന്നതിന്റെ അങ്കലാപ്പിലായിരുന്നു സൗദാമിനി. നിങ്ങളോളം തൊലിക്കട്ടിന്നും എൻ്റെ അച്ഛനില്ലാണ്ടായി പോയി. അതുകൊണ്ടാ ഒരു വീഴ്ച വന്നപ്പോഴേക്കും തളർന്നു പോയത്. അങ്ങനെയല്ലായിരുന്നെങ്കിൽ നീലിമ എന്ന ഞാനിവിടുത്തെ തമ്പുരാൻ കുഞ്ഞിനെ താലിയും കഴുത്തിട്ട് ഇന്നിവിടെ നിൽക്കില്ലായിരുന്നു. അവൾ അത്രയും ഉറപ്പോടെ സൗദാമിനിയെ നോക്കി പറഞ്ഞു. ഇന്നോളം ഞാൻ ആഗ്രഹിക്കാത്തതും സ്വപ്നം കാണാത്തതായിട്ടുള്ള ഒരാളുടെ താലിയാ നിന്റെ ഈ നെഞ്ചിൽ ചേർന്ന് കിടക്കണത്. ഞാനായിട്ട് വാശി പിടിച്ച് സ്വന്താക്കിയല്ലേ ഇത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എന്നിലേക്ക് വന്നു ചേർന്ന. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങൾ ഓരോരുത്തരാ. അതൊന്ന് ഇരുത്തി ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ആർക്കാ ഉളുപ്പും നാണവും മാനവും ഇല്ലാത്തെന്ന്. ചി, നിർത്തടി. നീ എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കരിക്കുന്നത്? ഈ കഴുത്തിൽ വീണ് കിടക്കുന്നതിന്റെ അഹങ്കാരാണെങ്കിൽ മോളിത് ഇവിടെ നിർത്തിക്കോ. എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു പകരക്കാരി മാത്രമാടി. ആ പിഴച്ചവളുടെ പകരക്കാരിയായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാനാ നിന്റെ വിധി. അവൾ അഴിച്ചു വെച്ചിട്ട് പോയ വേഷം ആടി തിമിക്കാൻ വിധിക്കപ്പെട്ടവള്. നിന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഈ താലി പോലും ഒരു കാലത്ത് അവൾക്ക് സ്വന്തമായിരുന്നു. അങ്ങോട്ട് വന്ന നന്ദകിയുടെ വാക്കുകൾ അവളുടെ നെഞ്ചിനെ കീറി മുറിച്ചുകൊണ്ട് കടന്നുപോയി. യാഥാർത്ഥ്യം അതാണെങ്കിൽ കൂടി ഒരിക്കലും ആ യാഥാർത്ഥ്യം തന്നെ ഇത്രയേറെ പൊള്ളിക്കുമെന്ന് അവൾ കരുതിയില്ല. അതിന്റെ പൊള്ളൽ തന്നെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ലോഹത്തിലേക്കും വ്യാപിക്കുന്ന പോലെ അവൾക്ക് തോന്നി. നീലിമാരുടെയും പകരക്കാരിയല്ല എന്ന് വിളിച്ചു പറയാൻ അവളുടെ നാവ് ആഗ്രഹിക്കുമ്പോഴും സത്യം അവളുടെ നാവിനുമേൽ വിലങ്ങ് സൃഷ്ടിച്ചിരുന്നു. ഒരിക്കലും ഒരു പകരക്കാരി എന്ന സ്ഥാനമാണ് തനിക്കായി ജീവിതം കാത്തുവെച്ചിരിക്കുന്നതെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. നീ എത്രയൊക്കെ അങ്ങനെയല്ലെന്ന് വാദിച്ചാലും യാഥാർത്ഥ്യം അത് തന്നെയാ. നീ ഒരു പകരക്കാരി തന്നെയാ. അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ നിന്നൊരു തുള്ളി നിലം ചുംബിച്ചു. അപ്പം നിങ്ങളെ എന്ത് പേരിട്ട് വിളിക്കണം? തനിക്ക് പുറകിൽ നിന്ന് കേട്ട ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ നന്ദകി നുരഞ്ഞു പൊതിയ ദേഷ്യം ഒന്ന് പല്ലുകടിച്ചമർത്തി. നീല അപ്പോഴും ഇനിയൊന്നും കേൾക്കാനില്ലാത്തവളെ പോലെ നിസ്സംഗയായി നിന്നു. അവിടെ ആ നിൽപ്പ് കണ്ടവന്റെ ഉള്ളമൊന്ന് പിടഞ്ഞെങ്കിലും അടുത്ത നിമിഷം അവിടെ ദേഷ്യം ആളിക്കത്തി. ഈ നിൽക്കുന്നവളെ പകരക്കാരി എന്ന് വിളിക്കുമെങ്കിൽ അപ്പൊ നിങ്ങളെന്ത് വിളിക്കണം? നാൽപ്പാട്ട് അനന്തൻ തമ്പുരാന്റെ ചരിത്രവും ഭൂമിശാസ്ത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങൾ നാട് നിങ്ങളെ പെണ്ണു പിടിച്ചടക്കുന്ന ആളാണ് സ്വന്തം ഭർത്താവുന്ന കാര്യം ഇടക്കൊന്ന് ഓർക്കുന്നത് നല്ലതാ, അവൻ പറഞ്ഞു. അവരവനിൽ നിന്ന് മുഖം വെട്ടിച്ചു മാറ്റി. പിന്നെ നിങ്ങളൊക്കെ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരായതുകൊണ്ട് കുഴപ്പമില്ല. രാത്രി മറ്റു സ്ത്രീകൾക്കൊപ്പം ശയിച്ചു വരുന്ന ഭർത്താക്കന്മാരെ ഒരു ഉളുപ്പില്ലാതെ പരിപാലിക്കുന്നവർക്ക് ഈ നിൽക്കുന്നവളെ പറയാൻ എന്ത് അധികാരമുള്ളത്? അവന്റെ ചോദ്യങ്ങൾ ഓരോന്നും അവിടെ നിന്നവർ രണ്ടുപേരും ഒരുപോലെ തറച്ചു കയറിയിരുന്നു. പിന്നെ ഒരു കാര്യം, ഇവൾക്ക് മുന്നേ ഒരുവളിനിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടില്ല. അതിപ്പം മനസ്സിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഈ ഇന്ദ്രൻ ആരുടെയും സ്വന്തമായിരുന്നില്ല. അപ്പൊ ഇവിടെ ഒരു പകരക്കാരി എന്ന പ്രയോഗത്തിന് തീരെയും സ്ഥാനമില്ല, അവൻ പറഞ്ഞതും ഒരു കുടമഞ്ഞ് നെഞ്ചിൽ കുടഞ്ഞിട്ട പോലെ നീലിയുടെ ഉള്ളമൊന്ന് കുളിർത്തു. പിന്നെ നിങ്ങളെന്താ പറഞ്ഞ്? അവൾ അഴിച്ചു വെച്ചിട്ട് പോയ വേഷം ആടിത്തിമിർക്കാൻ വിധിക്കപ്പെട്ടവളെന്നല്ലേ? ഇവളുടെ കഴുത്തി കിടക്കുന്ന താലി പോലും നിങ്ങൾക്ക് സ്വന്തമായിരുന്നു എന്നല്ലേ? അവൻ ചോദിച്ചുകൊണ്ട് ഒടുത്തിരുന്ന മുണ്ട് മടക്കി എടുത്തുകൊണ്ട് അവർക്കരികിലേക്ക് നീങ്ങി നിന്നു. അവൾക്ക് അഴിച്ചു വെച്ചിട്ട് പോകാൻ മാത്രം ഒരു വേഷവും ഇന്ദ്രന്റെ ജീവിതത്തിൽ അവൾക്ക് അണിയേണ്ടി വന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു വേഷം അവൾ അണിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിൽക്കുന്ന ആളുടെ കഴുത്തിൽ എന്റെ താലി വീഴിലായിരുന്നു. ഇന്ദ്രന്റെ താലിയും ഭാര്യവേഷമെല്ലാം അവൾക്ക് എന്നും നിഷേധിക്കപ്പെട്ടവയായിരുന്നു. അവൾക്ക് നിഷേധിക്കപ്പെട്ടത് ഇവളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവൾ ഇവളായതുകൊണ്ടാ. അല്ലാതെ അതൊന്നും ഒരിക്കലും ആരുടെയും സ്വന്തമായിരുന്നില്ല, ഇനി ആർക്കും സ്വന്തമാവുകയില്ല. അവന്റെ വാക്കുകൾ ഓരോന്നും അവളിൽ ആശ്വാസത്തിന്റെ കുളിർക്കാറ്റ് വീശുന്നവയായിരുന്നു. ഇനിമേൽ എന്റെ ഭാര്യയുടെ നേർക്ക് ഈ വക കവല വർത്താനം പറയാനായി നിങ്ങളുടെ നൂഷിച്ച നാവ് പൊന്തരുത്. അങ്ങനെ സംഭവിച്ചാ പണ്ട് എന്റെ അച്ഛൻ തന്ന പോലെ ഒന്ന് തരാൻ എന്റെ കൈക്ക് പാങ്ങിലായിക്കൊന്നുമില്ല. അവൻ അവസാനം പറഞ്ഞ് നന്ദകിയുടെ നെഞ്ചിൽ തന്നെ തറച്ചു.
മുന്നിൽ നിൽക്കുന്നവനെ എരിച്ചു കളയാനുള്ള അഗ്നി ആ കണ്ണുകളിൽ ആളിക്കത്തി. ഇനി എന്ത് നോക്കിക്ക, കൊച്ചിനെ എടുത്ത് അകത്തേക്ക് പാടി. അവിടെയെല്ലാം കണ്ടും കേട്ടും ഏതോ ലോകത്തൊന്ന പോലെ നിന്നവളെ തേടി അവന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദമുയർന്നു. ആൾ കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ച് അവന് പുറകെ അകത്തേക്ക് നടന്നു. ആരെന്തു പറഞ്ഞാലും മോങ്ങിക്കൊണ്ട് നിന്നോളും പോത്ത്. മുന്നോട്ട് നടക്കുന്നതിനിടെ അവന് പുറകെ നടന്നവളുടെ മുഖവും ചുണ്ടുകളും ഒരുപോലെ കൂർത്തു വന്നു. എത്ര പറഞ്ഞാലും അതൊന്നും അവിടെ ചെവിയിലേക്ക് കയറില്ല, കഴുത. അവൻ അവളെയും തിരിഞ്ഞു നോക്കി വിളിച്ചുകൊണ്ട് മുന്നേ നടന്നു. ഞാൻ അവരോട് പറഞ്ഞു നീ സിംഹത്തിന്റെ ചെവിയിൽ വീണിലേ ആവാം. അവൾ ചുണ്ടിനിടയിലിട്ട് പിറുവിറുത്തു. എന്താടി? അവളുടെ പിറുവിറുക്കൽ കേട്ടതും അവൻ നടപ്പ് നിർത്തി അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അതിനവൾ ഒന്നുമില്ലെന്ന പോലെ ചുമല് കൂച്ചി. അതിനവനൊന്ന് ഇരുത്തി മൂളിക്കൊണ്ട് വീണ്ടും നടപ്പ് തുടർന്നു. ദേ, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇവിടെയുള്ളവർ പറയുന്നതിനൊക്കെ ഇങ്ങനെ നീ മോങ്ങിക്കൊണ്ട് നിന്നാ നിനക്ക് അതിനെ നേരം കാണൂ. ആരും നിന്റെ മോങ്ങൽ കേട്ട് കണ്ണീരൊപ്പം വരാൻ പോകുന്നില്ല. എനിക്കിവിടെ നീ കരയുന്നുണ്ടോ ആരെങ്കിലും കരയിക്കുന്നുണ്ടോ എന്ന് നോക്കി നിനക്ക് കാലം വരെ കാവലിരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇതുപോലെ ചൊറിയാൻ വരുന്നവരെ അവർക്ക് വേണ്ടത് വയറ് നിറച്ചു കൊടുത്തിട്ട് പറഞ്ഞു വിട്ടേക്കണം. അല്ലാതെ മോങ്ങി കണ്ണീരൊൽപ്പിച്ച് എനിക്കൂടി മാനക്കേടുണ്ടാക്കി വെക്കരുത്. അവൻ പറഞ്ഞു. അവളുടെ മുഖം കുടുക്ക പോലെ വീർത്തിരുന്നു. അത്രയ്ക്ക് മാനക്കേടായിരുന്നെങ്കിൽ എന്തിനെന്നെ കെട്ടിയത്? ആൾ മുഖം വീർപ്പിച്ച് ഉള്ളിൽ ഞൊടിഞ്ഞുകൊണ്ട് അവന് പുറകെ നടന്നു. ഇപ്പൊ നീ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തിനാ ഞാൻ നിന്നെ കെട്ടിയതെന്ന്. അവൻ ചോദിച്ചുകൊണ്ട് അവളെ നോക്കിയതും അവളുടെ കണ്ണുകളൊന്ന് പതറി. ആരെങ്കിലും കെട്ടിയെടുത്തല്ലേ പറ്റൂ. അത് നീയാവുമ്പോ ഞാൻ രണ്ടു പറഞ്ഞാൽ ദേ ഇതുപോലെ മൂങ്ങണക്ക് നിന്നോളും. എല്ലാം കേട്ട് അതാ നിന്നെ തന്നെ കെട്ടിയെടുക്കാന്ന് കരുതിയത്. അവനവളുടെ മുറിയുടെ മുന്നിൽ നിന്നുകൊണ്ട് അവളെ ആകമൊത്തൊന്ന് ഒഴിഞ്ഞു നോക്കി പറഞ്ഞു. അവളുടെ ഉള്ളിൽ അവനോടുള്ള പരിഭവം വീണ്ടും ഏറി. ഞാനൊന്ന് ടൗൺ വരെ പോവാ, വരാൻ രാത്രിയാവും. ഉമ്മറവാദം നടക്കണ്ട, ചാരിയാ മതി. അവൻ അവളെ നോക്കി പറഞ്ഞു. അവൾ അതിനവനെ മുഖമുയർത്തി നോക്കാമെന്ന് മൂളിക്കൊണ്ട് തലയാട്ടി. അവളുടെ ആ നിൽപ്പും തലയാട്ടിലുമെല്ലാം കണ്ടതും അവൻ അവളെ നോക്കിയൊന്ന് പല്ലിയടിച്ചു. നിനക്കെന്തെങ്കിലും വേണോ? അവൻ എപ്പോഴത്തെയും പോലെ ചോദിക്കാൻ തന്നെ ബുദ്ധിമുട്ടി. അവൾ അതിന് വേണ്ടെന്ന പോലെ മൂളി. ആ മൂളിൽ കൂടി കേട്ടത് അവന്റെ പിടിവിട്ടിരുന്നു. വാ തുറന്ന് പറയടി പുല്ലേ. വേണ്ട, അവൾ പെട്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു കൊമ്പൂലിക്കലും മൂളലും. അവൻ അവളെ ഒന്ന് ഇരുത്തി നോക്കി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. എന്റെ കുഞ്ഞി, നീക്ക് വയ്യാട്ടോ ആ സിംഹരാജന്റെ ഗർജനം കേട്ടിവിടെ ജീവിക്കാൻ. അവൾ നടന്നു പോകുന്നവനെ നോയിക്കൊണ്ട് തന്റെ ഒക്കത്തിരുന്ന കുഞ്ഞിനോട് പറഞ്ഞു. അവളുടെ കഴുത്തിലെ മാറിൽ പിടിച്ചു വലിച്ച് അത് വായിലേക്ക് വെച്ചുകൊണ്ട് കുഞ്ഞ് വിളിച്ചു. മേ നിനക്ക് ഞാനൊന്ന് കഴിക്കാൻ തരായിട്ടാണോ പെണ്ണെ നീ ഇത് വായിലേക്ക് കൊണ്ടുപോണ്? അവൾ കുഞ്ഞിന്റെ വായിൽ നിന്ന് അത് വേർപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞുമായി മുറിയിലേക്ക് കയറി. അത് കയ്യിൽ നിന്ന് വാങ്ങിയതും അത് ഇഷ്ടപ്പെടാത്ത പോലെ കുഞ്ഞവളുടെ മേത്തേക്ക് കുഞ്ഞിക്കൈ കൊണ്ട് തല്ലി. എനിക്ക് പിന്നെ ഉപദ്രവിക്കുന്ന ഇത്തിരി കൂടിയിട്ടുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് ഇരുന്നോ നീ, ഇല്ലാച്ചാൽ ആ സിംഹത്തിന് പിടിച്ചു കൊടുക്കും ഞാൻ. അവൾ ആക്ഷൻ കാണിച്ച് പറഞ്ഞു. കുഞ്ഞിന്റെ ചിരിയലകൾ അവിടെ ഉയർന്നു. രാത്രി സമയം 12 കഴിഞ്ഞിരുന്നു. ഗാഠനിദ്രയിൽ വീണെടുക്കായിരുന്ന ഭൂവിയുടെ കാതുകൾ ഉണർത്തിക്കൊണ്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറത്തുനിന്ന് അകത്തേക്ക് വീണുടഞ്ഞു. ആ ശബ്ദങ്ങൾ അവിടെ നെറ്റിയിൽ ചുളിവുകൾ പടർത്തി. ഉറക്കത്തിന്റെ സമാധാനത്തിൽ കല്ലെറിയുന്ന പോലെ പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ അവൾ അലോസരപ്പെടുത്തി തുടങ്ങി. എന്നിട്ട് അവൾ ഉണരാൻ ശ്രമിച്ചില്ല. മറ്റെന്തിനേക്കാളുമേറെ അവൾ ഭയപ്പെട്ടത് ഉണരേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു. അവൾ കണ്ണുകൾ തുറക്കാതെ ചെവികൾ കൂർപ്പിച്ച് അവ എന്തെന്ന പോലെ നിരീക്ഷിച്ചു. കാറ്റായിരിക്കുമോ എന്ന് ആദ്യം തോന്നി. പക്ഷെ അതിൽ കാറ്റിന്റെ ശാന്തതയല്ലായിരുന്നു. പകരം ചെളിയിൽ പതിയുന്ന പാദങ്ങൾ പോലെ, തളർന്നുപോയ ഒരാളുടെ കാൽവെട്ടങ്ങൾ പോലെ. അടുത്ത നിമിഷം അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അവളുടെ ശ്വാസം കനത്തു. ഒരു നിമിഷം അത് സ്വപ്നമായിരിക്കുമോ എന്ന് അവൾ പ്രത്യാശിച്ചു. കാതുകളിൽ പതിയുന്ന വാതിലിന്റെ ചേർക്കലുകൾ ഞെരിയുന്ന ശബ്ദം, പിന്നെ 1-2 അകലെയുള്ള ചില ചലനങ്ങൾ. മറുപുറം ഭൂവിയുടെ ശ്വാസഗതി ഉയർന്നു. നെറ്റിയിലും കഴുത്തിലും വിയർപ്പ് തുള്ളികൾ രൂപം കൊണ്ടു. ഹൃദയം പിടഞ്ഞു തുടങ്ങി. ഒറ്റ നിമിഷം പോലും നീളാതെ ഭീതിയുടെ കൈവിരലുകൾ അവിടെ തലയിലും നെഞ്ചിലും പടർന്നു കയറി. പുറത്തെന്തോ നീങ്ങുന്നു. കിഴക്കേ കാറ്റിനൊപ്പം ചലിക്കുന്ന കാലുച്ച, ചങ്ങലയുടേതും തോന്നിക്കുന്ന ഉരസലുകൾ. ജനാലക്ക് പുറത്ത് ആരോ കാത്തിരിക്കുന്ന പോലെ. രാത്രിയുടെ നിശബ്ദതയെ പൂർണ്ണമായും തച്ചുടച്ചുകൊണ്ട് ചങ്ങല ഉരച്ചുണ്ടാവുന്ന പോലെ ഒരൊച്ച കൂടുതൽ ശക്തിയോടെ അവിടെ കാതുകളെ പുണർന്നു. കേൾക്കുന്നവരുടെ ഉള്ളുരുകുന്നൊരു ഭയാനക നിമിഷം. നീണ്ട രാത്രിയോട് ചേർന്നൊരു അനിഷ്ടാതിഥിയായിരുന്നു അവൾക്ക് ആ ശബ്ദം. രാത്രിയുടെ കറുപ്പിൽ മറഞ്ഞ് ഒരു തിരിച്ചറിയാനാവാത്ത ഭീകരത അവളുടെ ആത്മാവിനെ വേട്ടയാടാൻ തുടങ്ങി. കണ്ണുകൾ തുറന്നു കിടന്നല്ലാതെ അവിടെ നിന്നൊരടി ചലിക്കാൻ അവളുടെ കാലുകൾക്കായില്ല. എന്താണ് ആ ശബ്ദം? അവൾ സ്വയം ചോദിച്ചു. അപ്പോഴാണ് ആ നിമിഷത്തിന്റെ ഭീകരത കൂട്ടാനെന്നോണം മാധവൻ നായർ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും അവളുടെ മനസ്സിലേക്ക് വിരുന്നെത്തിയത്. ഈ വരവ് പോക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ കുട്ടി? ഗോയിൽ എന്ന പോലെ മാധവന്റെ വാക്കുകൾ അവളുടെ കാതുകളൊന്ന് വിറപ്പിച്ചുകൊണ്ട് കടന്നു പോയതുപോലെ അവൾക്ക് തോന്നി. അത് അവൾ ആകമൊത്തമൊന്നും നടുക്കി വിറകൊള്ളിച്ചു. യുക്തിയോടെ ചിന്തിക്കാൻ ബുദ്ധി പറയുമ്പോഴും മനസ്സാ ഭീകരതയെ പൂർണ്ണമായും ഏറ്റെടുത്തിരുന്നു.
അവളൊന്നും നീരിറക്കിക്കൊണ്ട് ആ ശബ്ദത്തിനായി ഒന്നുകൂടി കാതുകൾ കൂർപ്പിച്ചു. അകലങ്ങളിലേക്ക് മറിയുന്ന ആ കാലൊച്ച അവിടെ ആകെ ഭയന്ന് വിറച്ച ഹൃദയത്തിൽ നന്നേ ആശ്വാസം പകരുമ്പോഴും മറുപുറം മനസ്സ് ആ കാലടികൾക്ക് പുറകെ സഞ്ചരിച്ച് തുടങ്ങിയിരുന്നു. രാത്രി ഏറെ വൈകിയാണ് ഇന്ദ്രൻ തിരികെ വന്ന്. കുറച്ചു മുന്നേ പെയ്ത മഴയിൽ അവൻ നന്നേ നനഞ്ഞിരുന്നു. ഇട്ടിരുന്ന മെറൂൺ നിറത്തിലെ ഷർട്ട് പകുതിയും നനഞ്ഞ് ശരീരത്തിലേക്ക് ഒട്ടിച്ചേർന്ന രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അവൻ വണ്ടി മുറ്റത്തെ കാർ ഷെഡിലേക്കിട്ട് നനഞ്ഞ തലമുടിയൊന്ന് കൈകൊണ്ട് ഉലച്ച് ഉമ്മറത്തേക്ക് കയറി. നനഞ്ഞൊട്ടിയ മുഖമൊന്ന് തുടച്ചതിന് ശേഷം അടഞ്ഞുകിടന്ന വാതിൽ കൈകൊണ്ട് തള്ളി തുറക്കാൻ ശ്രമിച്ചതും അത് തുറക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അത് ഉള്ളിൽ നിന്ന് കുറ്റിയിട്ട നിലയിലാണുള്ളതെന്ന് അവന് മനസ്സിലായത്. ഇവളോട് ഇത് ചാരിയാ മതി എന്ന് പറഞ്ഞിട്ട് അവൻ മുഷിച്ചിലൂടെ പറഞ്ഞുകൊണ്ട് നനഞ്ഞ മുടിയിലൂടെ ഒന്ന് വിരലോടിച്ചു. നീട്ടിയുള്ള കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടതും സൗദാമിനി ഈർഷ്യയോടെ കണ്ണുകൾ തുറന്നു. ഓ, ആരെ ഈ നേരത്തെ ഇതിങ്ങനെ ഞെക്കി പൊട്ടിക്കുന്നേ? ആറ് മുറുമുറുത്തുകൊണ്ട് അടുത്തിതൊന്നും അറിയാതെ സുഖമായിട്ട് ഉറങ്ങുന്ന തന്റെ ഭർത്താവിനെയും നോക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് നടന്നു. എന്തൊരു ശല്യായത്, മനുഷ്യന് രാത്രി ഉറക്കില്ല എന്ന് വെച്ചാ? അവർ പിറുപിറുത്തുകൊണ്ട് പയ്യെ കോണിപ്പടി ഓരോന്നായി ഇറങ്ങിയതും ഹാളിൽ വെളിച്ചം വീണത് ഒരുപോലെയാണ്. വെളിച്ചം വീണത്തേക്ക് അവർ നോക്കിയതും കാണുന്നത് ഒടുത്തിരുന്ന നേരിയതിനറ്റം ഇടുപ്പിൽ തിരുകിക്കൊണ്ട് വാതിലിനരികിൽ വേഗത്തിൽ വരുന്ന നീലിയെയാണ്. എങ്ങോട്ടാടി ഈ ചാടിത്തുള്ളി? പുറത്ത് നിന്നെ മറ്റം വന്ന് നിൽക്കുന്നുണ്ടോ? അവരവളോട് ചോദിച്ചുകൊണ്ട് പടികളിറങ്ങി അവൾക്കടുത്തേക്ക് വന്നു. അത് തമ്പുരാൻ കുഞ്ഞ്. അവൾ ശക്തിയിൽ കൂട്ടുന്ന വാതിലിനെ നോക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു. അവരവളെ ഒന്ന് ഇരുത്തി നോക്കി. പിന്നെ എന്ത് നോക്കി നിൽക്കാ നീ? പോയാ വാതിലൊന്നും എടുക്കടി. അവരവളോട് ചോദിച്ചു. അവൾ വേഗം കുറ്റിമാറ്റി വാതിൽ വലിച്ചു തുറന്നു. അത് കണ്ടതും അവരെന്തൊക്കെയോ മുറുമുറുത്തുകൊണ്ട് തിരികെ പടികൾ കയറി. നീ ഇത് അവൻ പറയാമെന്ന് നിർത്തിക്കൊണ്ട് തനിക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു നിമിഷം നോക്കി നിന്ന് പോയി. ആ തുടുത്ത വട്ടമുഖത്തും നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന താൻ ചാർത്തിയ താലിയിലുമെല്ലാം അവന്റെ കണ്ണുകൾ മാറി മാറി പതിഞ്ഞു. ഒരു ഭാര്യയുടെ വേഷം അവളെ കൂടുതൽ സൗന്ദര്യവതിയാക്കിയതായി അവന് തോന്നി തുടങ്ങി. ആ പാൽ നിലാവ് പോലെ തെളിഞ്ഞ മുഖത്ത് കൂടുതൽ വർണ്ണമേകിയത് ആ നെറുകിൽ തൂവിയ സിന്ദൂര ചോപ്പാണെന്ന് അവന് തോന്നി. ഞാനിത് ചാരിയിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ ആരെ തടച്ചെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. ആൾ അവന്റെ ശകാരം കേൾക്കാൻ വയ്യാതെ അവളിൽ നിന്ന് മുഖം മാറ്റിക്കൊണ്ട് വേഗം പറഞ്ഞു. എന്നാൽ അവിടെ ആ സംസാരവും ഭാവവും എല്ലാം മുന്നിൽ നിൽക്കുന്നവനെ കീഴ്പ്പെടുത്താൻ പോകുന്നവയായിരുന്നു. അത് സ്വയം തിരിച്ചറിഞ്ഞവൻ അടുത്ത നിമിഷം അവളിൽ നിന്ന് മുഖം വെട്ടിച്ചു മാറ്റിക്കൊണ്ട് വേഗം അകത്തേക്ക് കയറി. കഴിക്കാൻ? ഷർട്ട് അഴിച്ച് മുകളിലേക്ക് പടിയേറാൻ തുടങ്ങുന്നവനെ കണ്ടതും അവൾ വേണോ വേണ്ടയോ എന്നപ്പോൾ ചോദിച്ചു. ഈ 2 മണി കഴിഞ്ഞ നേരത്തോ? അവൻ മുകളിലേക്കുള്ള കയറ്റം നിർത്തിക്കൊണ്ട് അവൾ നോക്കി ചോദിച്ചു. ഞാൻ അത് അവൾ അതിരുന്ന് പരിങ്ങിക്കൊണ്ട് അടുത്ത ഗർജന ഉയരും മുന്നേ വേഗം തിരികെ മുറിയിലേക്ക് നടന്നു. ഞാൻ ഇന്ന് രാവിലെ ഈ കഴുതയെ കെട്ടിയെടുത്ത കാര്യം ഇവള് മറന്നോ? തനിക്കൊപ്പം വരാതെ അവളുടെ റൂമിലേക്കുള്ള വഴിയെ നടന്നവളെ നോക്കിക്കൊണ്ട് അവൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. പോകുന്ന പോക്കണ്ടില്ലേ പുല്ല്. അവൻ അവൾ ഒന്നുകൂടെ നോക്കി പല്ലിയരിച്ചുകൊണ്ട് അല്പം ശക്തിയിൽ തന്നെ മുകളിലേക്കുള്ള പടികളിൽ കാലുറപ്പിച്ച് കയറി. രാവിലെ മുഴങ്ങുന്ന അലാറത്തിന്റെ ശബ്ദം കേട്ടതും അവൾ തന്റെ കനം വെച്ച കൺപോളകൾ വലിച്ചു തുറന്നു. ആ തുറിച്ച കണ്ണുകൾക്ക് മുമ്പിൽ ആദ്യം തെളിഞ്ഞത് പരിസരമോ വെളിച്ചമോ ആയിരുന്നില്ല, മറിച്ച് കഴിഞ്ഞ രാത്രിയിൽ ആ കലുഷിതമായ ഓർമ്മകൾ തന്നെയായിരുന്നു. ഇരുണ്ട മൂടലായി ആ ഒരു രാത്രി വീണ്ടും ഓർമ്മകളിലേക്ക് ഭീതിയുടെ വിത്ത് പാകിയതും ഭീതിയും തളർച്ചയും ചേർന്ന അതിന്റെ ഓർമ്മകൾ തന്റെ ഉള്ളിലെ ധൈര്യത്തെ ചോദ്യം ചെയ്യുന്നതായി അവൾക്ക് തോന്നി. അവളുടെ മനസ്സിനെ നിർവചിക്കപ്പെടാത്ത കോണുകളിൽ ഒളിഞ്ഞുകിടന്ന ആ ചങ്ങളയുടെ ശബ്ദം ഇപ്പോൾ വീണ്ടും കാതുകളിൽ കേൾക്കുന്നതായി അവൾക്ക് തോന്നി. ഉറക്കത്തിനിടയിൽ ഓർമ്മകളുടെ ഉരുണ്ടകലുകൾ താഴേക്ക് തട്ടി നിന്ന പോലെ ആ രാത്രിയുടെ ഓരോ നിമിഷവും വീണ്ടും അവളെ തേടി വന്നു. അകലങ്ങളിലേക്ക് മറയുന്ന ചങ്ങലയിട്ട കാലുകളുടെ ശബ്ദം, പുറത്തു കേട്ട ചില അനക്കങ്ങൾ, പേടിയുടെ മുഴുവൻ തൂക്കം വഹിക്കാൻ തന്റെ ഹൃദയം തയ്യാറില്ലെന്ന ചിന്ത അവളെ തലേന്ന് രാത്രിയിലെ പോലെ തന്നെ വീണ്ടും വേട്ടയാടി തുടങ്ങി. തലച്ചോറിന്റെ കോണുകളിൽ പതിഞ്ഞു കഴിഞ്ഞ ഭീതിയുടെ ചിറകുകൾ അപ്പോഴും അവളെ കിടക്കയിൽ പിടിച്ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ജനാലയ്ക്ക് പുറത്തുനിന്നുള്ള സൂര്യപ്രകാശം പതിയെ ആ കിടപ്പറയിലേക്കും അവളുടെ മുഖത്തേക്കും സരസമായി പതിക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ആ രാത്രിയുടെ അന്ധകാരം മാത്രമാണ് നിറഞ്ഞിരുന്നത്. മനസ്സിൽ കുമിഞ്ഞുകൂടിയ വേവലാതികൾ ഓരോന്നും അവളെ പൂർണ്ണമായി പിടികൂടുന്നതിന് മുന്നേ തന്നെ അവൾ കിടക്ക വിട്ട് എഴുന്നേറ്റു. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവളുടെ മനസ്സ് ഇന്നലത്തെ ആ രാത്രിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കലാക്ഷേത്രയിലേക്ക് നടക്കുന്ന വഴിയെല്ലാം അവൾ അതിനെപ്പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓരോ ചുവടും മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴും മനസ്സിലെ ചിന്തകളും മാറി മാറി വന്നു. പുറകിൽ നിന്ന് കേട്ട ശക്തമായ ഹോണടിയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത്. അവളൊന്ന് ഞെട്ടിമാറി വഴിയരികിലേക്ക് ഒതുങ്ങി നിന്നു. എന്താണ് ഈ ടീച്ചറമ്മേ, നീ രാവിലെ തന്നെ എന്റെ വണ്ടി കടവെക്കാൻ ഇറങ്ങിയതാണോ? അവൻ വണ്ടി അവൾക്കടുത്തേക്ക് നിർത്തിക്കൊണ്ട് ചോദിച്ചു. സോറി, ഞാൻ കണ്ടില്ല. സോറിയോ? എന്തോ നാടി ഭൂമി നിനക്ക്?
അവൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ അവനോടൊരു വാക്ക് പോലും നിൽക്കാതെ അവിടുന്ന് വേഗം നടന്നു നീങ്ങി. ദേ പോണ്, ഇവൾക്ക് ഇതെന്താ? ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും അവളുടെ നാവ് കള്ളം കൊണ്ടുപോയോ? അവൻ സ്വയം ചോദിച്ചുകൊണ്ട് വണ്ടി അമ്പലപ്പറമ്പിലേക്ക് ഒതുക്കി നിർത്തി നടന്നു വരുന്നവളെ കാത്ത് അവിടെ നിന്നു. അവൾ അടുത്തേക്ക് എത്തിയതും അവൻ ആൾക്കരികിലേക്ക് നീങ്ങി. എന്താണ് ടീച്ചറെ, മുഖത്ത് തീരെ വോൾട്ടേജ് പോരല്ലോ? അവൻ ആൾക്കൊപ്പം നടന്നുകൊണ്ട് അവളോട് തിരക്കി. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? അവർ കലാക്ഷേത്രക്ക് മുന്നിൽ എത്തിയതും അവൾ അവനോട് തിരക്കി. എന്താ? അവൻ അവളുടെ പരിഭ്രമത്താൽ മുങ്ങിപ്പോയ ഗൗരവം നിറഞ്ഞ മുഖത്തേക്ക് ഉറ്റുനോയിക്കൊണ്ട് കാര്യമായ ഭാവത്തിൽ തിരക്കി. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. നീ കാര്യം പറയുന്നുണ്ടോ? അത് ഇന്നലെ രാത്രി. എന്താ ഇന്നലെ രാത്രി എന്തുണ്ടായത്? ആരെങ്കിലും നിന്നെ അപായപ്പെടുത്താൻ മറ്റോ ശ്രമിച്ചോ? അവൻ അത്യധിക ഉദ്യോഗത്തോടെ അവൾക്കരിയിലേക്ക് അല്പം കൂടി നീങ്ങിന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ ആ മണിയനോട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ, എന്നിട്ട് ആ തെണ്ടി അവിടെ എന്തോ ചെയ്യായിരുന്നു? അവൻ പല്ലിയടിച്ചുകൊണ്ട് പറഞ്ഞു. അവനിങ്ങ് വരട്ടെ. അവൻ ഉടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടി മടക്കി കുത്തിക്കൊണ്ട് മുരണ്ടതും അവൾ അങ്ങനെയൊന്നും അല്ലെന്ന പോലെ അവനെ നോക്കി തലയാട്ടി. അവൻ പക്ഷെ അതൊന്നും കാണുന്നുകൂടിയില്ല. അയ്യോ, അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താണ് ഈ കോപ്പി ഉണ്ടായത്? എന്താണ് നിന്റെ മുഖം ഇങ്ങനെ ഇഞ്ചി അടിച്ച കുരങ്ങനെ കൂട്ടിയിരിക്കുന്നത്? അവൻ അവളോട് അലറി. അയ്യോ, ഒന്ന് പതുക്കെ. അവൾ ചുറ്റിനൊന്ന് കണ്ണോടിച്ചുകൊണ്ട് അവനെ നോക്കി ദയനീയമായി പറഞ്ഞതും അവനൊന്ന് അടങ്ങി. പിന്നെ നിന്ന് കിണുങ്ങാ കാര്യം പറയടി നീ. അവൻ അവളെ കടുപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് അല്പം മാറി നിൽക്കാം. അവൾ കലാക്ഷേത്രയിലേക്ക് നടന്നെടുക്കുന്ന കുട്ടികളെ നോക്കി അവനോട് ചോദിച്ചതും അവൻ അവിടെ മുറ്റത്തിന്റെ ഒരു ഓരത്തായി നിന്ന ഒരു തണൽ മരത്തിന് കീഴിലേക്ക് നീങ്ങി നിന്നു. എന്താ? അവൻ അവളെ ഗൗരവപൂർവ്വം നോക്കി തിരക്കി. ഇന്നലെ രാത്രി ഒരു 12 മണിയോട് അടുത്തിട്ടുണ്ടാവും. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാ പുറത്തൊരു ശബ്ദം കേട്ടത്. എന്ത് ശബ്ദം? അവൻ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഒരു ചങ്ങലയുടെ. എന്നാൽ ചങ്ങല ആണോന്ന് ചോദിച്ചാൽ അതുമല്ല. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല എന്ന് തന്നെ പറയാം. ആദ്യം ഞാൻ എനിക്ക് തോന്നിയതാണെന്ന്. പിന്നെ ആ ശബ്ദം അടുത്തേക്ക് വന്നു. എൻ്റെ തൊട്ടടുത്ത് ജനലിനപ്പുറം ആ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി എനിക്ക്. എന്നാൽ അല്പം കഴിഞ്ഞ് ആ ശബ്ദം ദൂരേക്ക് മറയുകയും ചെയ്തു. എനിക്കൊരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. ഇതെൻ്റെ തോന്നലാണെന്ന് മാത്രം എന്നോട് പറയരുത്. കാരണം ഒരു മതിലിനപ്പുറമുള്ള ആ ശബ്ദം അതെൻ്റെ കാതിലേക്ക് ഇപ്പോഴും ഇരച്ചു കയറുന്നുണ്ട്. അവൾ അതിന്റെ ഭീകരതയിൽ നിന്നുകൊണ്ട് അവനോട് കാര്യം വിശദീകരിച്ചു. എന്നാലേ അത് വെറും തോന്നലല്ല. എല്ലാം കേട്ടതിന് ശേഷം മേഘം പറഞ്ഞ വാക്കുകൾ അത്രമാത്രമാണ്. പിന്നെ അതെന്താ, വരത്തുപോക്കാണോ? ആ, അങ്ങനെയും പറയാം. അവൻ അവളെ നോക്കി പറഞ്ഞു. അവൾ അറിയാതെ ഒന്ന് ഉമിനീരിറക്കിപ്പോയി. എന്നാൽ ഇത്ര പെട്ടെന്ന് വരവ് അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ തവണത്തെ വരവിന് ഒരാളെ തലക്കടിച്ച് വീഴ്ത്തിയിട്ടാ പോയത്. അവൻ കാര്യമായി പറഞ്ഞതും അവളുടെ കണ്ണുമിഴിഞ്ഞു. ഇങ്ങനെയൊക്കെ കഥകളിൽ മാത്രമേ അവൾ കേട്ടിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യാ? അവൾ അവനെ നോക്കി അത്യധികം ഉത്കണ്ഠയോടെ തിരക്കി. എന്തു ചെയ്യാൻ? ഇതിപ്പോ ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനെ. അതുകൊണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പോക്കുവരവുകൾ പ്രതീക്ഷിക്കാം. നീ കഥ കുറന്ന് പുറത്തേക്ക് ഇറങ്ങാതിരുന്നാൽ മാത്രം മതി. അവൻ കൂളായി പറഞ്ഞതും അവൾക്ക് പക്ഷെ അത് അങ്ങനെയായിരുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ലേ? അവൾ ഇനി എന്നും ആ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ പങ്കാളിയാവേണ്ടി വരുമോ എന്ന ഉൾഭയത്താലെ അവനോട് ചോദിച്ചു. എന്ത് ചെയ്തിട്ടെന്താ? വീണ്ടും വീണ്ടും ഇങ്ങനെ വരുമ്പോ അതിൽ നമുക്കെന്ത് ചെയ്യാനൊക്കും? അവൻ പറഞ്ഞു. അവൾക്ക് തലവിരുത്തു. മുന്നിൽ നിൽക്കുന്നവളുടെ മുഖഭാവനയിൽ നന്നേ ചിരിവിടത്തുന്നുണ്ട്. പക്ഷെ അവനത് കടിച്ചു പിടിച്ചുകൊണ്ട് അവൾക്ക് മുന്നിൽ ദയനീയ മുഖഭാവത്തോടെ നിന്നു. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം ഇതുവരെ ഭ്രാന്തന്മാരെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളതാ. അതുകൊണ്ട് നീ പേടിക്കണ്ടടി, നീ സേഫാ ഭൂമി. അല്ലെങ്കിൽ ഒരു ഭ്രാന്തം മറ്റൊരു ഭ്രാന്തനെ ഉപദ്രവിക്കാറില്ലല്ലോ. അവൻ കാര്യമായി പറഞ്ഞു. അവൾ ഏതോ ചിന്തയിൽ മുഴുകിയപ്പോൾ കാര്യമായി തലയാട്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവൻ എന്താ പറഞ്ഞെന്ന ചിന്ത അവളെ തേടി വന്ന്. ആ ബോധത്തിൽ അവൾ ദേഷ്യത്തിലാണ് നോക്കിയതും കാണുന്നത് തനിക്ക് മുന്നിൽ നിന്ന് തന്നെ കളിയാക്കി ചിരിക്കുന്ന മേഘനയാണ്. അവൾ പല്ലിയടിച്ചുകൊണ്ട് അവനെ നോക്കി നിന്നു. അയ്യോ എന്റെ പൊട്ടി, എന്നാലും നീ ഇത്ര പേടിത്തൊണ്ടിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ പറഞ്ഞുകൊണ്ട് വയറൂത്തി ചിരിച്ചു. ഇയാളിനെ പറ്റിച്ചല്ലേ? അവൾ അവനെ നോക്കി അത്യധികം ദേഷ്യത്തിൽ ചോദിച്ചു. പിന്നെ നീ എന്ത് വിചാരിച്ചെടി ബൊമ്മി? അവൻ ചോദിച്ചുകൊണ്ട് വീണ്ടും ചിരിച്ചു. എടി പൊട്ടി, അത് വരത്തുപോക്കും പോക്കുവരൊന്നല്ല, ഇതേ സംഭവം വേറെയാ. അവൻ ചിരിയൊതുക്കൊണ്ട് പറഞ്ഞു. പിന്നെ എന്താ അത്? അവൾ തന്നെ കളിയാക്കി ചിരിക്കുന്നത് നോക്കി ചൊടിയോടെ ചോദിച്ചു. അല്ല, നിന്നോടാണ് ഈ പോക്കുവരനെ പറ്റിയൊക്കെ പറഞ്ഞു. അവൻ തന്നെ മുന്നിൽ നിന്ന് മുഖം വീർപ്പിച്ച് നിൽക്കുന്നവൾ നോക്കി വന്ന ചിരിയൊതുക്കൊണ്ട് ചോദിച്ചു. മാധവൻ ചേട്ടൻ. അവൾ അതേ വീർത്ത മുഖത്തോടെ ഉത്തരം പറഞ്ഞു. ഏത്? ആ അമ്പലം വിഴുങ്ങി മാധവനോ? അവൻ വീണ്ടും ചുണ്ടുകളെ ഭേദിച്ച് പുറത്തേക്ക് വരാൻ വെമ്പുന്ന ചിരിയെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് അവളോട് ചോദിച്ചതും അവൾ അതേന്ന് തലയാട്ടി. എന്നാലേ
ആ പോക്ക് വേറെ ഒരു പിന്നിലേ അയാൾ തന്നെയാ. അവനൊരു താളത്തിൽ പറഞ്ഞു. ആൾ മനസ്സിലാവാതെ അവനെ നെറ്റി വിളിച്ച് നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.